മരണം ഏതു വിധേനയാണ് നമ്മളെ തേടിയെത്തുക എന്ന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. ചിലപ്പോഴൊക്കെ സ്ഥിരമായി നമ്മൾ ലാഘവത്തോടെ ചെയ്യുന്ന പ്രവൃത്തികൾ പോലും വലിയ അപകടം വിളിച്ചു വരുത്തുന്നതും അതുപോലെ മരണത്തിൽ വരെ കലാശിക്കുന്നതുമായിരിക്കും. അത്തരത്തിലൊരു ദാരുണമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നിന്നും പുറത്തു വന്നത്. അമ്മയെ അടുക്കളയിൽ സഹായിക്കാൻ പോയ 37 വയസ്സുകാരനാണ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരുടെ മാതാവും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇടുക്കി കരിമ്പൻ സ്വദേശിയായ കൊട്ടാരത്തിൽ ജസ്റ്റിൻ ജോസാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ 22-ാം തീയതി രാത്രി 9:15 കൂടിയാണ് സംഭവം നടക്കുന്നത്. അടുക്കളയിൽ രാത്രി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജസ്റ്റിന്റെ അമ്മ ജോളി പാചകം ചെയ്യുന്ന ഗ്യാസ് തീർന്ന വിവരം മകനെ അറിയിക്കുന്നത്. ഇതിനു പിന്നാലെ മകനെത്തി പുതിയ ഗ്യാസ് കുറ്റി കണക്ട് ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറി നടന്നത്. പുതിയ സിലിണ്ടറിലെ വാഷറിനുണ്ടായിരുന്ന തകരാറ് കാരണം പുറത്തേക്ക് വന്ന ഗ്യാസ് അടുക്കളയിലെ അടുപ്പിൽ കെടാതെ കിടന്ന കനൽ മൂലം ആളിക്കത്തിയെന്നാണ് കരുതുന്നത്. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് ഇവരെ ഉടൻ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും എത്തിക്കുന്നത്. അവിടെ ചികിത്സയിൽ തുടരവെയാണ് ഇന്ന് പുലർച്ചെ ഹൃദയാഘാതം വന്ന യുവാവ് മരണപ്പെടുന്നത്. ജസ്റ്റിന്റെ ശ്വാസനാളത്തിലേക്ക് തീയും പുകയും വ്യാപിച്ചിരുന്നതായി ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ പതിവായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പോലും അപകടം വിളിച്ചു വരുത്തും എന്നതിന്റെ തെളിവാണ് ഈ സംഭവം. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചു നോക്കാം. പാചകം കഴിഞ്ഞാൽ ഉടൻ സ്റ്റൗവിന്റെ നോബ് ഓഫ് ചെയ്യുന്നതിനോടൊപ്പം സിലിണ്ടറിലെ റെഗുലേറ്ററും നിർബന്ധമായും ഓഫ് ചെയ്യുക. വീട്ടിൽ നിന്നും പുറത്തു പോകുന്ന സമയങ്ങളിലും അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തും അത് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷനിലെ ഹോസിൽ വിള്ളലുകളോ പഴക്കമോ ഉണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ ഹോസ് ചൂടുള്ള പ്രതലങ്ങളിൽ തട്ടാതിരിക്കാനും ശ്രദ്ധിക്കണം. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും തറയിൽ നിവർത്തി വെച്ച് മാത്രം സൂക്ഷിക്കുക. സിലിണ്ടറിനടുത്തായി മണ്ണെണ്ണ, തുണികൾ, പേപ്പറുകൾ തുടങ്ങിയ തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഒന്നും തന്നെ വെക്കരുത്. അതുപോലെ തന്നെ ഓരോ വീടുകളിലും ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റുമ്പോഴും സുരക്ഷാ നിയമങ്ങൾ പാലിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പുതിയ സിലിണ്ടർ കണക്ട് ചെയ്യുന്നതിന് മുൻപ് അടുക്കളയിൽ മറ്റ് ഗ്യാസ് അടുപ്പുകളും വിറകടുപ്പുകളും ഉണ്ടെങ്കിൽ അതിലെ തീ പൂർണ്ണമായും അണയ്ക്കേണ്ടതുണ്ട്. ചെറിയൊരു കനലുണ്ടായാൽ പോലും ലീക്കാവുന്ന ഗ്യാസ് പെട്ടെന്ന് തീ പിടിക്കാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ പുതിയ സിലിണ്ടറിന്റെ ക്യാപ്പ് മാറ്റിയ ശേഷം അതിനുള്ളിലെ റബ്ബർ വാഷറിന് എന്തെങ്കിലും തകരാറോ തേയ്മാനമോ ഉണ്ടോ എന്ന് കൃത്യമായി നോക്കണം. റെഗുലേറ്റർ ഘടിപ്പിച്ച ശേഷം നേരിയ ഗ്യാസിന്റെ മണമോ വായു പുറത്തേക്ക് പോകുന്ന ശബ്ദമോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സംശയം തോന്നുകയാണെങ്കിൽ സോപ്പ് വെള്ളം പതപ്പിച്ച് വാൽവിന് ചുറ്റും പുരട്ടി നോക്കാം. ലീക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ ക്യാപ്പിട്ട് മൂടി വെക്കുക. കൂടാതെ സിലിണ്ടർ മാറ്റുന്ന സമയത്ത് അടുക്കളയിലെ വാതിലുകളും ജനലുകളും പൂർണ്ണമായും തുറന്നിടാൻ ശ്രദ്ധിക്കുക. ഇത് ഗ്യാസ് ഉള്ളിൽ കെട്ടിക്കിടക്കാതെ പുറത്തേക്ക് പോകാൻ സഹായിക്കുന്നു. ഗ്യാസ് ലീക്ക് ഉണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മുറിയിലെ ലൈറ്റ് സ്വിച്ചുകളോ മറ്റ് വൈദ്യുതി ഉപകരണങ്ങളോ ഒന്നും തന്നെ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യരുത്. കാരണം ഒരു ചെറിയ തീപ്പൊരി പോലും വലിയ സ്ഫോടനത്തിന് കാരണമായേക്കാം. ഏതായാലും ഇനിയെങ്കിലും ഓരോരുത്തരും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്.